ലൂക്ക 15. അവിടെ നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയാണ് കാണുന്നത്. ധൂർത്തപുത്രന്റെ ഉപമ എല്ലാവർക്കും അറിയാമെന്ന് അച്ഛൻ കരുതുകയാണ്. എല്ലാവർക്കും അറിയാലോ, ക്രിസ്ത്യാനികളായ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ധൂർത്തപുത്രന്റെ ഉപമ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അച്ഛന്റെ വചന സന്ദേശം എന്താണെന്ന് ചോദിച്ചാല് ധൂർത്തപുത്രന്റെ മടങ്ങി വരവാണ്. ധൂർത്തപുത്രന്റെ മടങ്ങി വരവ്. അത് എഴുതാനുള്ളവർക്കൊക്കെ എഴുതാട്ടോ, കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ടാവും. ധൂർത്തപുത്രന്റെ മടങ്ങി വരവ് ഹെഡിങ് എഴുതി വെക്കാം. ധൂർത്തപുത്രന്റെ മടങ്ങി വരവ്. ഈ വചന സന്ദേശം അച്ഛൻ പ്രത്യേകമായിട്ട് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാല് ഈശോയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈശോയെ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, ഈശോയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, പാപവഴികൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വചന സന്ദേശം അച്ഛൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രൻ പിതാവിന്റെ അടുത്തുനിന്ന് സ്വത്തൊക്കെ വാങ്ങി വിദൂരദേശത്തേക്ക് പോയി അതെല്ലാം ധൂർത്തടിച്ച് അവസാനം അവന്റെ ജീവിതം പന്നിക്കൂട്ടില് നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നു. അവനെല്ലാം വിട്ടെറിഞ്ഞ്, ഒന്നും വിട്ടെറിയാനില്ല, എല്ലാം ഉപേക്ഷിച്ച് അവൻ എന്ത് ചെയ്യുന്നു? പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നു. പിതാവ് അവനെ ദൂരെ നിന്ന് കാണുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് മോതിരം അണിയിക്കുന്നു, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു, ആഘോഷിക്കുന്നു. ഇതാണ് ധൂർത്തപുത്രൻ എന്ന ആ ഒരു ലൂക്ക 15-ാം അധ്യായത്തിലുള്ള സുവിശേഷത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അച്ഛന്റെ ഒപ്പം യാത്ര ചെയ്യണം കേട്ടോ. 4 ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തി അച്ഛൻ പറയാൻ പോകുന്നത്. ഇപ്പോ ഒരു പാപി, ധൂർത്തപുത്രൻ എന്ന് പറയുന്നത് എല്ലാ പാപികളുടെയും കൂടി ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാണ്. ഈ ധൂർത്തപുത്രൻ എങ്ങനെയാണ് പിതാവിന്റെ സ്നേഹത്തിലേക്ക് വന്നത്? പിതാവിന്റെ സ്നേഹത്തിലേക്ക് വരാനെടുത്ത യാത്രയില് 4 പടവുകളുണ്ട്. പിതാവിന്റെ സ്നേഹത്തിലേക്ക് വരാനെടുത്ത യാത്രയില് 4 പടവുകളുണ്ട്. 4 പടവുകൾ, 4 സ്റ്റെപ്പുകൾ ചവിട്ടിയാണ് പിതാവിന്റെ സ്നേഹത്തിലേക്ക് വന്നത്. ഒരു പാപി ദൈവത്തിലേക്ക് വരാനെടുക്കുന്ന 4 പടവുകളെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത്. ഇപ്പൊ അച്ഛൻ പാപിയാണ്, അച്ഛൻ പാപിയായിട്ടുള്ള വ്യക്തിയാണല്ലോ. അച്ഛൻ പാപിയാണ്. ഇപ്പോ കെന്നിയേട്ടനാണ് ദൈവമെങ്കിൽ ഈ പാപിയായ ഞാൻ ദൈവത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് എടുക്കുന്ന 4 സ്റ്റെപ്പുകൾ, പാപിയായ ഞാൻ ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന 4 സ്റ്റെപ്പുകളെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 1-ാമത്തെ സ്റ്റെപ്പ് എഴുതാം. സുബോധമുണ്ടാകണം. എഴുതി വെച്ചോ. ഒരു പാപിക്കുണ്ടാകേണ്ട 1-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സുബോധമുണ്ടാകണം. 1-ാമത്തേത് ബൈബിളിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. സുബോധമുണ്ടാകണം. ലൂക്ക 15-ാം അധ്യായം 11 മുതൽ 17 വരെ ഒന്ന് വായിക്കാമോ? ലൂക്ക 15, 11, 17. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തമിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, മതി, അത്ര മതി. ഉണ്ടോ? അവസാനം ഇവനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞപ്പോ വചനം പറയുന്നുണ്ടോ? 17-ാം വാക്യം എന്താ? അപ്പോൾ അവന് സുബോധമുണ്ടായി. ഒരു പാപിക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം സുബോധമാണ്. സുബോധം ഉണ്ടാവണം. ഞാൻ തെറ്റിലാണ് നിൽക്കുന്നത്, ഞാൻ അഴുക്കിലാണ് നിൽക്കുന്നത്, ഞാൻ ചെളിയിലാണ് നിൽക്കുന്നത്, ഞാൻ അശുദ്ധിയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സുബോധം ഉണ്ടാകണം. എപ്പോഴും പാപം ചെയ്യുന്ന കാലഘട്ടത്തില് മധുവിധു പോലെയാണ്. ഭാര്യ ഭർത്താക്കന്മാര് വിവാഹം കഴിഞ്ഞ് മധുവിധു ഉണ്ടാവുമല്ലോ. ഇതുപോലെയാണ് പാപം ചെയ്തു തുടങ്ങുന്ന കാലഘട്ടത്തില് ഓരോ മനുഷ്യന്റെയും ജീവിതം.
ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ധൂർത്തപുത്രൻ പിതാവിന്റെ സ്വത്തെല്ലാം വാങ്ങിയിട്ട് മധുവിധു ആഘോഷിക്കുകയാണ്. ആ പണം തീരുന്നത് വരെ എന്താണ്? മധുവിധുവാണ്. അടിച്ചു പൊളിക്കുകയാണ് ആള്. ഈ പൈസ മുഴുവനും കൊണ്ട് ആൾ അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം തീർന്ന് അവൻ എവിടെ വന്ന് അവസാനിക്കുന്നു? ഹലോ, എവിടെ വന്ന് അവസാനിക്കുന്നു? പന്നിക്കൂട്ടിൽ അവസാനിക്കുന്നു. എല്ലാ പാപവും വന്ന് അവസാനിക്കുന്നത് പന്നിക്കൂട്ടിലാണ്. പന്നിക്കൂട് എന്ന് പറയുന്നത് നരകമാണ്. പന്നിക്കൂട് എന്ന് പറയുന്നത് അസമാധാനമാണ്. പന്നിക്കൂട് എന്ന് പറയുന്നത് പിശാചിന്റെ കരങ്ങളിൽ വന്ന് പെട്ടുപോകുന്ന അവസ്ഥകളാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമുക്ക് ഈശോയോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും പിശാചിനോട് ചേർന്ന് നിന്നുകൊണ്ട് പാപത്തിൽ ലയിച്ചു തീർന്നുകൊണ്ട് നന്മ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം എടുത്ത് 1-ാം വാക്യം എന്ന് വായിച്ചേ. 15-ാം അധ്യായം 1-ാം വാക്യം, പിന്നെ വായിക്കേണ്ടത് 4-ാം വാക്യം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഓക്കെ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്, ഒന്നാമത്തേത്. പിന്നെ 4-ാം വാക്യം എന്ന് വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുക. കണ്ടോ, നമ്മള് പിതാവിനോട് ചേർന്ന് വസിക്കുന്നില്ലെങ്കിൽ, തായ്തണ്ടായ പിതാവിനോട് ചേർന്ന് ശാഖകളായ നമ്മൾ ഓരോരുത്തരും വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകലുകയാണെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒന്നാമത്തെ ചിന്ത അച്ഛൻ പറഞ്ഞ എന്തായിരുന്നു? ഒരു പാപിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? സുബോധം ഉണ്ടാവണം. മദ്യപിച്ച് കഴിയുമ്പോൾ സുബോധം ഉണ്ടാവും? സുബോധം ഉണ്ടാവില്ല, സുബോധം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്, നമ്മളിപ്പോ വ്യഭിചാരത്തിലൊക്കെ പെട്ട് കഴിയുന്ന സമയത്ത് ആളുകൾക്ക് സുബോധം ഉണ്ടാവും? സുബോധം ഉണ്ടാവും? സുബോധം ഉണ്ടാവില്ല. സുബോധം ഉണ്ടാവില്ല. ജോബ് 24:15 ജോബ് 24:15 പറയുന്നുണ്ട്, ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു, അവൻ മുഖം മൂടി അണിയുന്നു. കിട്ടിയോ? ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു, അവൻ മുഖം മൂടി അണിയുന്നു. സുബോധം ഉണ്ടാവില്ല. ആരും കാണില്ലെന്ന് വിചാരിച്ച് ഇരുട്ടിന്റെ മറവിലൂടെ യാത്ര ചെയ്ത് വ്യഭിചാരത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു. പക്ഷെ എല്ലാം കാണുന്ന ഒരാളുണ്ട്. ആരാ? ദൈവം എല്ലാം കാണുന്നുണ്ട്. മനുഷ്യന് സുബോധം ഇല്ലെങ്കിലും ബോധപൂർവം നമ്മളെ കാണുന്ന ഒരാളുണ്ട്. അതാരാണ്? ദൈവമാണ്. സുബോധമില്ല എന്നുള്ളതിന് ഞാൻ തെളിവുകൾ തരാം. ഇന്നത്തെ പത്രങ്ങളിലും നമ്മള് മീഡിയാസിലും ഒക്കെ കാണുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാമുകന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് കാമുകി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു. സുബോധമുണ്ടോ? സുബോധമില്ല. പാപിക്കൊരിക്കലും സുബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അപ്പന്മാര്, കാമുകിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അപ്പന്മാരെ കാണുന്നു. എന്തിന്? കാമുകിയോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാര് നമ്മുടെ സമൂഹത്തിലില്ലേ? സുബോധമില്ല. ഒരു പാപിക്കും സുബോധം ഉണ്ടാവില്ല. സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് പാപികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇനി ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാരും അനേകമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഒരു പെണ്ണ് എവിടെ കയറിയേക്കാണ്? ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കയറിയേക്കാണ്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. കണ്ടോ? ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കയറിയേക്കാണ്. കാര്യം എന്താ? ഭർത്താവ് വേറൊരു കാമുകിയുടെ കൂടെയാണ്. അവള് ഉപേക്ഷിച്ചിട്ട് ഇവളുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞാലേ ഇറങ്ങി വരുള്ളൂ എന്ന്. കണ്ടോ? ഇന്നത്തെ കാലഘട്ടം കണ്ടോ? സുബോധമില്ല. ഏത് പാപത്തിലും ജീവിക്കുമ്പോൾ നമുക്ക് സുബോധം ഉണ്ടാവില്ല. ഏത് റിസ്ക് എടുക്കാൻ പറ്റും? ഭാര്യയുള്ള ഭർത്താവായിരിക്കും, ഭർത്താവുള്ള ഭാര്യയായിരിക്കും. ഏത് രാത്രിയിലും എത്ര യാത്ര ചെയ്തും ആ കുഴിമാടത്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരു മടുപ്പുണ്ടാവില്ല. ഒരു മടുപ്പോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരിക്കല് നമ്മുടെ വയനാട്ടിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനായിട്ടുള്ളൂ, 1.5 മാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നെ ഒരാളത്തെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്ന് ഈ വ്യഭിചാരത്തെ കുറിച്ചൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് ഓടി വന്നേക്കാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ ആ ചേച്ചി എന്നോട് പറയാണ്, അച്ഛൻ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവനും എന്നെ കുറിച്ചാണ്. അച്ഛൻ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവനും എന്നെ കുറിച്ചാണ്. എനിക്ക് സുബോധം എന്ന് പറയുന്ന സാധനമില്ല.
പക്ഷെ എന്ത് റിസ്ക് എടുത്താണെന്ന് അറിയാമോ എന്റെ കാമുകന്റെ അടുത്തേക്ക് ഞാൻ പോയത്? എനിക്ക് കുഞ്ഞുങ്ങളും ഉണ്ട്, ഭർത്താവും ഉണ്ട്. പക്ഷെ ഈ പാപത്തിന്റെ ജഡിക ആസക്തി എന്റെ തലയിൽ കയറിയിട്ടുണ്ടല്ലോ, എന്റെ സുബോധം മുഴുവനും നഷ്ടപ്പെട്ടു പോവാണ്. ഇതുപോലെ നമ്മൾ പാപത്തിലായിരിക്കുമ്പോ നമുക്കൊരിക്കലും സുബോധം ഉണ്ടാവത്തില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവസാന സ്ത്രീ എന്നോട് പറഞ്ഞു, ഐ ആം അഫ്രെയ്ഡ് to go back to my sinful situations. I am afraid to go back to my sin. എന്റെ പാപത്തിലേക്ക് തിരികെ പോകാൻ എനിക്ക് ഭയം തോന്നാണ്. മനസ്സിലായോ? നമുക്ക് ഒന്നാമതായിട്ട് ദൈവത്തിങ്കിലേക്ക് നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ മദ്യപാനത്തിലാണ്, ഇപ്പൊ തെറ്റായ പ്രണയബന്ധത്തിലാണ്, ഇപ്പോ അശുദ്ധിയിലാണ്, ഇപ്പോ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണ്, ഇപ്പൊ വെറുപ്പിന് അടിമയാണ്, ഇപ്പൊ വിദ്വേഷത്തിന് അടിമയാണ്, ഇപ്പൊ നിരാശയിലാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം സുബോധം ഉണ്ടാവണം. ഞാൻ തെറ്റിലാണെന്നുള്ളൊരു സുബോധം ഉണ്ടാവണം. ഞാൻ പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം. ഞാൻ മലിനനാണ് എന്നുള്ളൊരു സുബോധം ഉണ്ടാവണം. ഞാൻ പന്നിക്കൂട്ടിലാണ് എന്നുള്ളൊരു സുബോധം ഉണ്ടാവണം. സുബോധമാണ് ദൈവത്തിങ്കിലേക്കുള്ള ആദ്യത്തെ പടി. മനസ്സിലായോ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 82:5, സങ്കീർത്തനം 82:5. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല, അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല, അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. എന്നിട്ട് പറഞ്ഞ്, അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല, അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഒരു ബുദ്ധിയില്ല, ഒരറിവുമില്ല. ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കഴിവുള്ളവനാണെന്ന് പാപി അഹങ്കരിക്കും. എന്നെ ആരും തിരുത്താൻ വരണ്ട, എനിക്കറിയാം എന്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്നും എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ യഥാർത്ഥത്തില് എങ്ങനെയുള്ള വ്യക്തിയാണ്? അന്ധകാരത്തിൽ കഴിയാണ്. അവർക്ക് ബുദ്ധിയുമില്ല, അവർക്ക് അറിവുമില്ല. വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 8:13. ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? സുഭാഷിതങ്ങൾ 8:13. നീചന് നന്മ കൈവരികയില്ല, ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. പാപി ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകും. എന്നെ ആരും കാണൂല, എന്നെ ദൈവം കാണൂല, എന്നെ മനുഷ്യൻ കാണൂല. വളരെ രസകരമായിട്ട് ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ചില ആളുകളൊക്കെ ഉണ്ട്, ഒരു കുറ്റബോധം ഉണ്ടാവില്ല, ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെ യൂട്യൂബിലൂടെ കാണുന്നവരോടൊക്കെ പറയാണ്, ഇപ്പൊ മാരക പാപത്തിലൊക്കെ, വ്യഭിചാരത്തിലൊക്കെ, അല്ലെങ്കിൽ ഭ്രൂണഹത്യയൊക്കെ ചെയ്തിട്ട് അശുദ്ധമായ ബന്ധങ്ങളിലൊക്കെ പെട്ട് വളരെ ഇങ്ങനെ മതവിധം ആഘോഷിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും പിടിക്കത്തുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവസാനം ജീവിതം പന്നിക്കൂട്ടിൽ വന്ന് അവസാനിക്കും. അവസാനം ജീവിതം ദുരിതക്കയത്തിൽ വന്ന് അവസാനിക്കും. അവസാനം ജീവിതം മരണത്തിൽ വന്ന് അവസാനിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 32:9, സങ്കീർത്തനം 32:9. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. കണ്ടോ, വചനം പറയുന്നുണ്ടോ? നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, നമുക്ക് സുബോധം വന്നില്ലെങ്കിൽ നമ്മുടെ വരുതിയിൽ നിൽക്കൂല. നമ്മൾ ഇങ്ങനെ തെറ്റായ ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും പാപത്തിലും ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ കടിഞ്ഞാണിടണം. കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമ്മുടെ വരുതിയിൽ നിൽക്കൂല, എല്ലാം തകരും, പന്നിക്കൂട്ടിൽ വന്ന് അവസാനിക്കും. വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 13:27, ജെറമിയ 13:27. വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലമുകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ, നിനക്ക് ദുരിതം, എന്നാണ് നീ ശുദ്ധയാവുക. കണ്ടോ, കർത്താവ് നമുക്ക് നൽകുന്ന താക്കീതാണ്. നമുക്ക് സുബോധം ഉണ്ടാവണം. നമ്മൾ ഏത് പാപാവസ്ഥയിലാണെങ്കിലും തിരിച്ചു വരാനുള്ളൊരു അവസരമുണ്ട്. സുബോധം ഉണ്ടായാൽ മതി. ചിലരൊക്കെ എത്ര തിരുത്താൻ നോക്കിയാലും മനസ്സിലാവില്ല.
ദൈവത്തിലേക്കുള്ള ആദ്യത്തെ പടവ് എന്താണെന്ന് ചോദിച്ചാല് സുബോധം. ഞാൻ പാപിയാണെന്നൊരു സുബോധം ഉണ്ടാവണം. കുമ്പസാരക്കൂട്ടിൽ വന്ന്, ഞാൻ വേദനയോടെ പറയാട്ടോ, കുമ്പസാരക്കൂട്ടിൽ വന്നിട്ട് കുമ്പസാരിക്കും. ചില ആളുകൾ കുമ്പസാരിക്കും. എത്ര വർഷമായി കുമ്പസാരിച്ചിട്ടെന്ന് ചോദിക്കും. 5 വർഷം 10 വർഷമൊക്കെ ആയി. അപ്പൊ ചോദിക്കും, പ്രത്യേകിച്ച് പാപമൊന്നും പറയാനുണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാച്ചാ, ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. മരുമോളോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, അത്രേ ഉള്ളൂ, അച്ഛനെ പാപം കൊണ്ട് ക്ഷമിച്ചേക്ക് എന്ന് ഇരുത്തി ചോദിക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കും, നുണ പറഞ്ഞിട്ടുണ്ടോ? 1-2 നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ശപിച്ചിട്ടോ? 2-3 പേരെ ശപിച്ചിട്ടുണ്ടാവുള്ളൂ. പള്ളിയിലും മുടങ്ങിയിട്ടുണ്ടോ? ഇടക്കൊക്കെ മുടങ്ങും. ചോദിച്ചു വരുമ്പോ എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പറയാനൊന്നുമില്ല, സുബോധമില്ല. പാപിയാണെന്നുള്ളൊരു സുബോധം വ്യക്തികൾക്കില്ല. പാപിയല്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കാൻ നേരം വരെ ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തോരം പാപങ്ങൾ നമ്മൾ ചെയ്യും, നമ്മുടെ വാക്കിൽ എത്ര തെറ്റുകൾ വരും, നമ്മുടെ പ്രവൃത്തികളിൽ എന്തോരം അശുദ്ധികൾ കടന്നു വരും. എന്നിട്ടും സുബോധമില്ലാത്ത എത്രയോ ആത്മാക്കള് ഈ ഭൂമിയിലുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുബോധം തരണേ കർത്താവേ, സുബോധം. പാപബോധം തരണേ കർത്താവേ, പാപബോധം. ഞാൻ അശുദ്ധിയിലാണെങ്കിൽ കരകയറി വരാനുള്ള കൃപ നൽകണമേ കർത്താവേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ പടവ് എന്താ? ഒന്നാമത്തെ പടവ് സുബോധം ഉണ്ടാവണം. പാപിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒന്നാമത്തെ പടവ് സുബോധം ഉണ്ടാകണം. ഇനി രണ്ടാമത്തേത് ഓർമ്മയുണ്ടാകണം. ഒന്നാമത്തേത് സുബോധമാണ്, ഞാൻ പാപിയാണെന്നുള്ള സുബോധം. ഇനി രണ്ടാമത്തേത് ഓർമ്മയുണ്ടാവണം. ഓർമ്മ. ലൂക്ക എടുക്കാം. ലൂക്ക 15-ാം അധ്യായം 17-ാം വാക്യം എടുത്തേ. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇവിടെ വിശന്ന് മരിക്കുന്നു. എന്നെ നോക്കിയേ. അതായത് ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്ന് എന്തുണ്ടായി? സുബോധം ഉണ്ടായി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അവൻ പിതാവിന്റെ വീട്ടിലായിരുന്ന കാലമുണ്ടല്ലോ, ധൂർത്തടിക്കുന്നതിന് മുമ്പുള്ള കാലമുണ്ടല്ലോ, ആ കാലത്തെ പറ്റിയുള്ള ഓർമ്മ വരാണ്. മനസ്സിലായോ? ഞാനിവിടെ പട്ടിണി കിടക്കുകയാണ്, പക്ഷെ എൻ്റെ പിതാവ്, എൻ്റെ ഭവനത്തില് അവരൊക്കെ ജോലിക്കാരൊക്കെ എത്രയോ മനോഹരമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. കണ്ടോ? പിതാവിന്റെ ആലയത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഒരു പാപിക്ക് രണ്ടാമത് വേണ്ട കാര്യം ഓർമ്മയുണ്ടാകണം. ഓർമ്മയുണ്ടാകണം. നമ്മള് കുഞ്ഞുനാളില് ആർക്കെങ്കിലും കുഞ്ഞുനാളിലെ അനുഭവങ്ങളൊന്നും പറയാൻ പറ്റുമോ? കുഞ്ഞുനാളിൽ എങ്ങനെയാണ് പള്ളിയിൽ പോയിരുന്ന? അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയിരുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. ആഴ്ചക്ക് കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നോ? മാസത്തിലൊരിക്കല് എല്ലാ ദിവസവും ദിവികാരനെ സ്വീകരിച്ചിരുന്നു. നമുക്ക് ഓർമ്മകൾ ഉണ്ടാകണം. ദൈവം എന്നെ സ്നേഹിച്ച ഓർമ്മകൾ ഉണ്ടാകണം. ദൈവം എന്നെ കരുതിയ ഓർമ്മകൾ ഉണ്ടാകണം. ദൈവം എന്നെ പരിപാലിച്ച ഓർമ്മകൾ ഉണ്ടാകണം. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ചേട്ടൻ എന്നോട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഉറക്കം വരുന്നുണ്ടോ? ചൂടത്ത് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറയാണ്, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ കുമ്പസാരിക്കാറില്ല, വല്ലാതെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് കൈവിട്ടു പോയി, വല്ലാതെ പാപിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് ആത്മാവ് ചോദിച്ചു, താൻ ആരാണ് ശരിക്കും? ഞാൻ ചോദിച്ചു, ചേട്ടൻ ആരാണ് ശരിക്കും? അതായത് പണ്ടെപ്പോഴും എൻ്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുകയാണ്. ആത്മാവ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. പരിശുദ്ധാത്മാവ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിക്കും ചേട്ടൻ ആരാണ്? എന്തായിരുന്നു പണ്ട്? അപ്പൊ അദ്ദേഹം പറയായിരുന്നു, നിങ്ങൾ ലോകം മുഴുവനുള്ള ഒരു ഭക്തസംഘടനയുണ്ട്. അത് സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഭക്തസംഘടനയുടെ കേരളത്തിലെ ഹെഡായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഹെഡായിരുന്നു. അതായത് ധ്യാനങ്ങളും പരിശുദ്ധാത്മാ അഭിഷേകവും വരങ്ങളും ഒക്കെ നിറയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? എവിടെയൊക്കെയോ പാപവഴികളില്
പെട്ടുപോയിട്ട് അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മനസ്സിലായോ? വല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന ഭക്തസംഘടനയിലെ ആളായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഈശോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കരഞ്ഞു. അതുവരെ ഇങ്ങനെ ബലം പിടിച്ചിരുന്ന ആള് ആ സമയം അയാൾ കരഞ്ഞു. ഈശോ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ കരഞ്ഞു. അയാൾ കണ്ടോ, ഇന്നലെകളിൽ ഓർമ്മയുണ്ട്, നന്നായി പ്രാർത്ഥിച്ചിരുന്ന ആളാണ്, കുമ്പസാരിച്ചിരുന്ന ആളാണ്, എല്ലാ ദിവസവും ദിവികാരനെ സ്വീകരിച്ചിരുന്ന ആളാണ് കേട്ടോ. ഈശോയുടെ ഓർമ്മകളിൽ നിലനിന്നിരുന്ന ഒരാളാണ്. ഇതുപോലെ നമ്മളും ഓർമ്മകൾ ഉണ്ടാകണം. ഇന്നെപ്പോഴെങ്കിലും നമ്മൾ പണി പാളി നിൽക്കുകയാണ്, പാളം തെറ്റി നിൽക്കുകയാണ്, അശുദ്ധിയിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നലെകളിൽ വിശുദ്ധിയിൽ ജീവിച്ച ഓർമ്മകള്, ഈശോയോടൊപ്പം യാത്ര ചെയ്ത ഓർമ്മകൾ നമുക്കുണ്ടാവണം. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ കാലിൽ വീണിട്ട്, ഒരു മഗ്ദലേനക്കാര്യം അറിയാം, എൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞതാണ്, ഒരുപാട് തെറ്റ് പറ്റിപ്പോയി അച്ഛാ, തെറ്റ് പറ്റിപ്പോയി, പക്ഷെ തിരിച്ചു പോണം, അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. എന്നോട് പറഞ്ഞതാണ്. അവര് കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുമെന്ന് പറയില്ലേ, സെയിം. ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ചിട്ടൊന്നും അവര് എഴുന്നേക്കണില്ല, വിടണില്ല. എന്നെ ധ്യാനകേന്ദ്രത്തിലായിരുന്നു, പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവര് വന്ന് കാല് രണ്ടും മുറുക്കെ പിടിച്ചിട്ട് കരയാണ്. ആ കണ്ണുനീര് കൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകുക എന്ന് പറയില്ലേ, ശരിക്കും അത് തന്നെ. കണ്ണുനീര് കൊണ്ട് എൻ്റെ പാദങ്ങള് കഴുകിയിട്ട് അവരും എന്നോട് പറഞ്ഞു, പോയി, തെറ്റുപറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, തിരിച്ചു പോണം, പണ്ടത്തെ സ്നേഹത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. കണ്ടോ, ഓർമ്മയുണ്ടാവണം. ഇന്നലെകളില് ഞാൻ ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെ താലോലിക്കാനായിട്ട് പറ്റണം. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 51:17 വേഗം വായിക്കാം, അല്ലെങ്കിൽ അച്ഛൻ വായിക്കാം. ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. നുറുങ്ങിയ ഹൃദയവുമായി ദൈവത്തിങ്കലേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഓർമ്മകളിലേക്ക് തിരികെ ചെല്ലണം. ദൈവസാന്നിധ്യത്തിന്റെ ഓർമ്മകള് അയവേർക്കണം. നീ കൂടിയ കുർബാനകള്, നീ ചൊല്ലിത്തീർത്ത ജപമാല മണികള്, നീ കുമ്പസാരക്കൂടിൽ വീഴ്ത്തിയ കണ്ണുനീർ തുള്ളികള്, നിങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ച് ചൊല്ലിയ പ്രാർത്ഥനകള് എല്ലാം നിന്നെ മാടി വിളിക്കുന്നു പുതിയൊരു ജീവിതത്തിലേക്ക്. കുറച്ചും കൂടി വ്യക്തമായിട്ട് അച്ഛൻ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇനി മൂന്നാമത്തേത് തുറവി ഉണ്ടാകണം. എഴുതി വെച്ചോ, തുറവി ഉണ്ടാകണം. ലൂക്ക 15:21. ആ മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അച്ഛനെ ശ്രദ്ധിച്ചേ. ഒന്നാമത് പുത്രൻ എന്തുണ്ടായി? സുബോധം ഉണ്ടായി. എവിടെയാണെന്ന്? പന്നിക്കൂട്ടിലാണെന്ന് സുബോധം ഉണ്ടായി. രണ്ട്, പുത്രൻ എന്തുണ്ടായി? ഓർമ്മയുണ്ടായി. പിതാവിന്റെ ഭവനത്തിൽ അവര് ജോലിക്കാരൊക്കെ എത്ര സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഓർമ്മയുണ്ടായി. ഇനി മൂന്നാമത്തേത്, ഈ ഓർമ്മയിൽ അവിടെ കുടുങ്ങി നിന്നോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റിട്ട് നേരെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെല്ലാണ്. ചെന്ന് തുറവയോടെ പിതാവിനോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്താണ് സംസാരിക്കുന്നത്? 21. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. കണ്ടോ, തുറവിയുണ്ടാകണം. ദൈവത്തോട് തുറവിയുണ്ടാവണം. നമ്മൾ പാപിയാണെങ്കിൽ ആദ്യം പാപിയാണെന്നുള്ള സുബോധം ഉണ്ടാവണം. 2, ഓർമ്മയുണ്ടാകണം. 3, തുറവിയുണ്ടാകണം. ചെന്ന് പറയണം. വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് അടഞ്ഞുകൂടി ഇരിക്കരുത്. ഓടി ഈശോയുടെ അടുത്തേക്ക് വരണം. എന്നിട്ട് പറയണം, ഈശോയെ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്ന്. ഇത് ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഈ തുറവിയുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. കൂടപ്പിറപ്പുകളുടെ ഇടയിൽ ഒന്നിരുന്ന് തുറവിയോട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. നമ്മളുടെ ഇടവകകളിലൊക്കെ തുറന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പുത്രൻ പിതാവിനോട് സംസാരിച്ചതുപോലെ തുറവയോടെ സംസാരിച്ചിരുന്നെങ്കിൽ പരിഹരിക്കാമായിരുന്നു. നമുക്ക് തുറവിയുണ്ടാകണം. ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും തുറവിയോടെ
സംസാരിക്കാനായിട്ട് നമുക്ക് കഴിയണം. യെശയ്യാ 29:12 എടുക്ക്. യെശയ്യാ 29:12 ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടെത്തും. അതാണ് കർത്താവിന്റെ അടുത്തിലേക്ക് ചെല്ലണം, തുറവയോട് പ്രാർത്ഥിക്കണം, തുറവയോട് അന്വേഷിക്കണം. ഇനി ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും തുറവയോടുകൂടി ആയിരിക്കാൻ കഴിയുന്ന ഒരു ഇടം ഏതാണ്? പാപിക്ക് കുമ്പസാരക്കൂടാണ്. ഒരു പാപിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും തുറവിയോടുകൂടെ ആയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്. ഒരു മറകളുമില്ലാതെ, ഒരു ഒളിപ്പിക്കലും ഇല്ലാതെ എല്ലാം നമ്മള് കുമ്പസാരക്കൂട്ടില് തുറന്നു പറയാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ തുറന്നു പറയണം കർത്താവിനോട്, കർത്താവിനോട് തുറന്നു പറയണം. ഇനി കർത്താവിന് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ? എല്ലാവരും വചനം എടുക്കണം. വെളിപാട് 2:4-5. കർത്താവിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? വെളിപാട് 2:4-5. എങ്കിലും അത് മതി. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. കർത്താവ് പറയാണ്, നിനക്ക് സുബോധം ഉണ്ടായി, നിനക്ക് ഓർമ്മയുണ്ടായി. ഇനി അടുത്തത് എന്താ ഉണ്ടാവേണ്ടത്? തുറവിയുണ്ടാവണം. ഹലോ, എന്തുണ്ടാവണം? ആദ്യം എന്തുണ്ടായി? സുബോധം ഉണ്ടായി. 2 എന്തുണ്ടായി? ഇപ്പൊ എന്തുണ്ട്? തുറവിയുണ്ട്. കർത്താവ് പറയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അനുതപിക്കുക, തുറന്നു പറയുക. നിനക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് തുറന്നു പറയുക. എന്നിട്ട് ആദ്യത്തെ പ്രവർത്തികൾ ഏത്? നീ വിശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രവർത്തികള് വീണ്ടും അനുവർത്തിക്കുക എന്ന് കർത്താവ് പറയാണ്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ചിന്തകൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തേത് സുബോധം ഉണ്ടാവണം. 2, മൂന്നാമത്തേത് തുറവി ഉണ്ടാവണം കേട്ടോ. ഇനി 4-ാമത്തേത്, അവസാനത്തേത് ആഘോഷം ഉണ്ടാകണം. ആഘോഷം, സെലിബ്രേഷൻ കേട്ടോ. ആഘോഷം ഉണ്ടാകണം. ആഘോഷം, ആഘോഷം ഉണ്ടാകണം. ആഘോഷം. സ്വർഗം എപ്പോഴാണ് സന്തോഷിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, സ്വർഗം എപ്പോഴാണ് സന്തോഷിക്കുന്നത്? അനുതപിക്കുന്ന പാപിക്കാണ്, പാപി ഉണ്ടാകുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. സ്വർഗം സന്തോഷിക്കാനുള്ള സാധ്യതയുടെ പേരാണ് പാപി. ലൂക്ക 15:21 മുതൽ 24 വരെ. ആഹ്ലാദിക്കാം. കണ്ടോ, സെലിബ്രേഷൻ നടക്കാണ്. മകൻ തിരിച്ചു വന്നു കഴിഞ്ഞ പിതാവ് കാളക്കുട്ടിയെ കൊല്ലുന്നു, മോതിരമണിയിക്കുന്നു. ഭയങ്കര സെലിബ്രേഷൻ നടക്കുകയാണ്. കണ്ടോ, സ്വർഗം ആഘോഷമാക്കുന്നത് ഒരു പാപിയുടെ തിരിച്ചുവരവാണ്. ലൂക്ക 15:7 വായിച്ച്. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. കണ്ടോ, സെലിബ്രേഷനാണ്. പാപി തിരിച്ചു വന്നു കഴിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഇനി ആര് സന്തോഷിക്കണം? നമ്മൾ സന്തോഷിക്കണം, നമ്മളും സെലിബ്രേറ്റ് ചെയ്യണം. കണ്ടോ, ജീവിതം ഈശോയോടൊപ്പം ആഘോഷമാക്കി നമ്മൾ മാറ്റണം. അവനോട് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തില് എല്ലാം പറയണം. നമ്മൾ കൂടുതൽ ദിവ്യബലികളിൽ സംബന്ധിക്കണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം, ജപമാലകൾ ചൊല്ലണം, കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലണം, കൂടുതൽ വചനം വായിക്കണം, പാപാവസ്ഥകൾ ഉപേക്ഷിക്കണം. കുർബാന ഒരിക്കലും മുടങ്ങാതെ ഈശോയോട് ചേർന്ന് ആത്മീയമായൊരു സെലിബ്രേഷൻ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. സെലിബ്രേഷൻ നടത്തണം. അത് ഭൗതികമായ സെലിബ്രേഷൻ അല്ല, ആത്മീയമായ സെലിബ്രേഷൻ. നമ്മൾ സ്ഥിരതയോടെ ഈശോയോട് ആത്മീയ ജീവിതം മുന്നോട്ട് പോകണം. പാപാവസ്ഥകൾ എപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്താൻ ചുറ്റുമുണ്ടാകും. പക്ഷെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരമായി നിന്നുകൊണ്ട് ആത്മീയത ആഘോഷമാക്കിയും ലഹരിയാക്കിയും നമ്മൾ മാറ്റണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.